കോഴിക്കോട് പേരാമ്പ്രയിൽ UDF CPM പ്രകടനങ്ങൾക്ക് പിന്നാലെ വലിയ സംഘർഷമാണ് ഇന്നുണ്ടായത്. UDF പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി കണ്ണീർ വാതകം പ്രയോഗിച്ചു. സമാധാനപരമായിട്ട് പ്രകടനം മുന്നോട്ട് പോവുകയാണോ? കോഴിക്കോട് എവിടെയായിട്ടാണ് ഈ പ്രകടനം? അത്ര സമാധാനപരമല്ല ഈ പ്രതിഷേധ പ്രകടനം. DCCയിൽ നിന്ന് അല്പസമയം മുൻപാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം. പ്രതിഷേധം റോഡിലേക്ക് ഇറങ്ങിയത് മുതൽ തന്നെ റോഡിലുള്ള ഫ്ലെക്സ് ബോർഡുകളടക്കം പ്രവർത്തകർ നശിപ്പിക്കുന്നു. റോഡിലുള്ള ബാരിക്കേഡുകൾ പൂർണ്ണമായും മാറ്റുന്നു. അതായത് വാഹനങ്ങൾ നടുറോഡിൽ ബൈപ്പാസിൽ വാഹനങ്ങളടക്കം തടഞ്ഞുകൊണ്ടൊക്കെയാണ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന്റെ മുൻപിലേക്കാണ് ഈ ടി സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിൽ നടുറോഡിൽ വെച്ച് ഉന്തും തള്ളും ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷം വരെ ഉണ്ടായി. പക്ഷേ ഈ പ്രതിഷേധം നേരത്തെ തന്നെ കണ്ടുകൊണ്ട് പോലീസ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല എന്ന് വേണം കാണാൻ. അത്രത്തോളം പോലീസ് DCCയുടെ പരിസരത്തൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രതിഷേധം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വലിയ പ്രകോപനത്തോടു കൂടി തന്നെ റോഡിലിറങ്ങി വലിയ രീതിയിലൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. കോഴിക്കോട്ടെ DCCയിലെ മുഴുവൻ പ്രവർത്തകരും അതുപോലെ തന്നെ പ്രവർത്തകരടക്കം UDF സംവിധാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസ് വരെയാണ് മാർച്ച് നടക്കുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നാദാപുരത്ത് വടകരയിലൊക്കെ സമാനമായ രീതിയിൽ പ്രതിഷേധം നടക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. പ്രതിഷേധ പ്രകടനത്തിനിടയിലും പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് UDFന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ കമ്മീഷണർ ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകുന്നത്.